കഥ കാടകം. രചന അവതരണം രാജേഷ് വാഴൂർ. ഇരുട്ട് കനത്ത ഒരു രാത്രി. ഇടതൂർന്ന കാടിന്റെ നിശബ്ദതയിൽ ആൽബിനും ബിനോയിയും നടന്നു നീങ്ങുന്നു. ഇരുവരും വനം വകുപ്പ് യൂണിഫോമിലാണ്. പുതുതായി ജോലിയിൽ കയറിയ വനം വകുപ്പ് വാച്ചർമാരാണ് ഇരുവരും. ആദ്യത്തെ പോസ്റ്റിംഗ് തന്നെ കാളിയാർ ടൈഗർ റിസർവിൽ. ആദിവാസികൾക്ക് പോലും ആഴത്തിലറിയാൻ കഴിയാത്ത ദുരൂഹതകൾ നിറഞ്ഞ കാടാണ് കാളിയാർ കാട് എന്നറിയപ്പെടുന്ന ടൈഗർ റിസർവ്. രാത്രികാല പട്രോളിങ്ങിന് ഇറങ്ങിയതാണ് ആൽബിനും ബിനോയിയും. അവരുടെ കൈകളിൽ ടോർച്ചുകളുണ്ട്. എങ്കിലും മരങ്ങൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്ന നിലാവിൻ്റെ നേർത്ത വെളിച്ചത്തിൽ വഴി കണ്ട് അവർ കാടിനുള്ളിലേക്ക് കയറുകയാണ്. ഈ പട്രോളിംഗ് എപ്പോഴാ തീരുന്ന ആൽബിനെ? കാല് കഴിച്ചിട്ട് വയ്യ. ചെറിയൊരു മടുപ്പോടെ ബിനോയ് ചോദിച്ചു. കുറച്ചുകൂടെയുള്ളൂ ബിനോയ്. ഏതോ ആദിവാസികൾ റേഞ്ചർ സാറിന് ഇന്നൊരു രഹസ്യ വിവരം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാടിനുള്ളിൽ നിന്ന് ആദിവാസി ഊരുകളിലേക്ക് ഒരു മണവും പുകയുമൊക്കെ വരുന്നെന്ന്. അതെന്താണെന്ന് ഒന്ന് ഉറപ്പാക്കണം. അതിനാണ് നമ്മൾ പോകുന്നത്, ആൽബിൻ പറഞ്ഞു. പെട്ടെന്ന് ആൽബിൻ ടോർച്ച് വെളിച്ചം ചുറ്റും വീശി. എന്നിട്ട് പറഞ്ഞു, ബിനോയ്, വഴി തെറ്റിയെന്ന് തോന്നുന്നു. ബിനോയ് മൊബൈൽ എടുത്തു നോക്കി. റേഞ്ചില്ല. ആൽബിൻ, നമ്മൾ കാടിൻ്റെ ഉള്ളിലായെന്ന് തോന്നുന്നു. ബിനോയുടെ ശബ്ദത്തിൽ ഒരു ഭയം നിഴലിക്കുന്നതായി ആൽബിന് തോന്നി. ഇരുവരും പരസ്പരം നോക്കുന്നു. ഇരുവരുടെയും മുഖത്ത് ആശങ്ക നിഴലിക്കുന്നുണ്ട്. ഭീകരമായ നിശബ്ദത. ദൂരെ എവിടെയോ ഒരു കാലൻ ചീവീടിൻ്റെ ശബ്ദം കേൾക്കാം. തുടർന്ന് എവിടെ നിന്നോ ഒരു ചിരി ഉയർന്ന് അലിഞ്ഞലിഞ്ഞില്ലാതായി. ആ ചിരി ഒരു ദീർഘശ്വാസമായി അവസാനിക്കുന്നത് വ്യക്തമായി അവർ കേട്ടു. വന്യമൃഗങ്ങളുടെ നേർത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു. ആൽബിൻ, എനിക്കെന്തോ ഒരു പേടി പോലെ. തണുത്തു വിറയ്ക്കുന്നു. അതെ, എനിക്കും തണുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. വരൂ ബിനോയ്. ആൽബിൻ ബിനോയിയെയും കൂട്ടി മുമ്പോട്ട് നടന്നു. ദാ, നമുക്ക് മരത്തിൽ കയറിയിരിക്കാം. കടുവയും പുലിയുമൊക്കെ ഇര തേടാൻ ഇറങ്ങുന്ന സമയമാണത്. താഴെ നിന്നാൽ പണിയാകും, ഭീതിയോടെ ആൽബിൻ പറഞ്ഞു. അവർ കഷ്ടപ്പെട്ട് ഒരു വലിയ മരത്തിൽ കയറിപ്പറ്റി. മരത്തിന്റെ ശിഖരങ്ങൾക്കിടയിൽ ചുരുണ്ടുകൂടി അവർ ഇരുന്നു. തണുപ്പും ഭയവും കാരണം അവർക്കുറങ്ങാൻ കഴിഞ്ഞില്ല. വീശിയടിക്കുന്ന കാറ്റിന്റെ ഹുങ്കാര ശബ്ദത്തിൽ അവർ ഞെട്ടി. ദൂരെ ഏതോ ഒരു മൃഗത്തിന്റെ ഊരിയിടൽ കേൾക്കാം. ഇരുവരും ഭയത്തോടെ പരസ്പരം നോക്കി. മുൻപ് കേട്ട അതേ അട്ടഹാസവും ദീർഘനിശ്വാസവും അവർ വീണ്ടും കേട്ടു. ആ അട്ടഹാസം തങ്ങളുടെ അടുത്തേക്ക് വരുന്നതായി അവർക്ക് തോന്നി. അകമ്പടിയായി ആ കാലൻ ചീവീടിന്റെ ചിലപ്പും കേൾക്കാം. ആൽബിൻ, നമുക്കിവിടെ നിന്നും പോകാം. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണ്, ബിനോയ് ഭയത്തോടെ പതിഞ്ഞ സ്വരത്തിൽ ആൽബിനോട് പറഞ്ഞു. ശരിയാ, എനിക്കും അങ്ങനെ തോന്നുന്നു. പക്ഷേ ഈ കൊടുങ്കാട്ടിൽ വഴിയറിയാതെ, ദിക്കറിയാതെ നമ്മൾ എങ്ങോട്ട് പോകും? ബിനോയ് ചോദിച്ചു. നടക്കാം ആൽബിൻ, എങ്ങോട്ടെങ്കിലും നടക്കാം, ബിനോയ് ക്ഷീണത്തോടെയും അതിലേറെ പ്രാണഭയത്തോടെയും പറഞ്ഞു. കാടകത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ ശബ്ദം വീണ്ടും മുഴങ്ങി. അവർ ആ മരത്തിൽ നിന്ന് ഊർന്ന് താഴെ ഇറങ്ങി. കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. വല്ലാതെ ദാഹിക്കുന്നു, ബിനോയ് പറഞ്ഞു. വാ, നമുക്കിവിടെ നിന്ന് പോകാം. പോകുന്ന വഴിക്ക് വല്ല അരുവിയോ ചോലയോ കാണും. വാ, വേഗം വാ. ആൽബിൻ ബിനോയിയുടെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. കാലുകൾക്ക് വേദനയുണ്ടായിട്ടും കൈവിടാതെ അവർ നടന്നു നീങ്ങി. ഭീതിതമായ ആ അട്ടഹാസം അവർക്ക് പിന്നാലെ വരുന്നതായി അവർക്ക് തോന്നി. നിലാവിനെ മറച്ചുകൊണ്ട് വലിയൊരു നിഴൽ തങ്ങൾക്ക് മുകളിലൂടെ വരുന്നതായി അവർ കണ്ടു. ആൽബിൻ, ആരോ നമ്മുടെ പുറകിലുണ്ട്.
ഏറെ ഭയത്തോടെ ബിനോയ് പറഞ്ഞു. തിരിഞ്ഞു നോക്കണ്ട, ഓട്, ഓടി വാ. ആൽബിൻ ബിനോയിയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. പെട്ടെന്ന് എന്തിലോ കാല് തട്ടി ആൽബിൻ മുഖമടിച്ച് നിലത്ത് വീണു. കയ്യിൽ മുറുകെ പിടിച്ചിരുന്നതുകൊണ്ട് പിന്നാലെ ബിനോയി. വീഴ്ചയിൽ രണ്ടുപേരുടെയും കൈകൾ വേർപെട്ടു. ടോർച്ചുകൾ തെറിച്ചുപോയി. വീണ്ടും ആ ശബ്ദം അവർ കേട്ടു. ഇപ്രാവശ്യം അട്ടഹാസത്തിന് അവസാനം ഒരു രോദനമാണ് അവർ കേട്ടത്. ആൽബിൻ, ആൽബിൻ, നീ ഓക്കെയാണോ? ഇരുട്ടിലേക്ക് നോക്കി ബിനോയ് വിളിച്ചു ചോദിച്ചു. ബിനോയ്, എൻ്റെ കാല് എവിടെയോ തട്ടിയതാണ്. മുഖം പിടിച്ചാണ് ഞാൻ വീണത്. ചുണ്ട് പൊട്ടിയെന്ന് തോന്നുന്നു. നാവില് ചോരയുടെ രുചി. ആൽബിൻ മറുപടി പറഞ്ഞു. കാടകത്തെ ആ ഭീകര ശബ്ദത്തെ ഭയന്നാവാം നിലാവും എവിടെയോ പോയി ഒളിച്ചു. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് അവർ വീണ്ടും കൈകൾ കോർത്തു. കാല് പൊട്ടുന്നു ആൽബിൻ. വയറ്റിലൊക്കെ എന്തോ തീ കത്തുന്നത് പോലെ, ബിനോയ് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു. താഴെ വീഴാൻ പോയ ബിനോയിയെ ആൽബിൻ താങ്ങിപ്പിടിച്ചു. ആൽബിൻ, എനിക്കിനി വയ്യ, എൻ്റെ വയറ്റിലൊന്നുമില്ല, ബിനോയ് പറഞ്ഞു. തളരരുത്, വാ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. നോക്കിയേ, അവിടെ എവിടെയോ ഒരു അരുവിയുടെ ശബ്ദം കേൾക്കുന്നില്ലേ? ദൂരെ ഒരു നേർത്ത കളകളാരവം കേൾക്കാം. ആ ശബ്ദം വീണ്ടും നടക്കാൻ അവർക്കൊരു ഊർജം നൽകി. ആ ശബ്ദം പിന്തുടർന്ന് അവർ നടന്നു. അരണ്ട വെളിച്ചത്തിൽ ദൂരെ അവർ ഒരു അരുവി കണ്ടു. അവർ കഴിയുന്നത്ര വേഗത്തിൽ അരുവിക്കടുത്തെത്തി. ഇരുവരും അരുവിലേക്ക് കുനിഞ്ഞ് ആർത്തിയോടെ വെള്ളം കുടിച്ചു. അരണ്ട നിലാവെളിച്ചത്തിൽ അരുവിയിലെ വെള്ളം പളുങ്കുപോലെ തിളങ്ങുന്നത് അവർ കണ്ടു. ഹേ, നോക്ക്, ഈ വെള്ളത്തിന് ചുവന്ന നിറമാണോ? അതോ കറുപ്പോ? അതിശയത്തോടെ ആൽബിൻ ചോദിച്ചു. ബിനോയിയും ആ സത്യം തിരിച്ചറിഞ്ഞു. നമ്മൾ കുടിച്ചത് പച്ചവെള്ളമല്ല, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. വാ, നമുക്ക് പോകാം, ബിനോയ് ആൽബിനോട് പറഞ്ഞു. എങ്ങോട്ടാ പോകേണ്ടത്? ആൽബിൻ ചുറ്റും നോക്കിക്കൊണ്ട് വിഷമത്തോടെ ചോദിച്ചു. ഈ അരുവി ഒഴുകുന്നത് കാടിന് വെളിയിലേക്കായിരിക്കും. ഇതിൻ്റെ ഒഴുക്കിനൊപ്പം നമുക്കും പോകാം. വേഗം വാ, ബിനോയ് പറഞ്ഞു. രണ്ടുപേരും ഒഴുക്കിനൊപ്പം നടന്നു. ഇതിനിടയിൽ ഒരു വലിയ ശബ്ദം കേട്ട് അവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഒരു കൂട്ടം കാട്ടുപോത്തുകൾ. പെട്ടെന്ന് കാടകത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരിടിവെട്ടി. മിന്നലിന്റെ വെളിച്ചത്തിൽ കാട്ടുപോത്തുകളുടെ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടപ്പോൾ ആൽബിന്റെയും ബിനോയിയുടെയും ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയി. ഭയന്നു വിറച്ച് ആ അരുവിയുടെ കരയിലുള്ള ഒരു പൊന്തക്കാട്ടിലേക്ക് അവർ ഓടിക്കയറി. ആ കാട്ടുപോത്തുകൾ അവർ ഇരുന്ന പൊന്തക്കാടിനരികിലൂടെ അരുവിയിലേക്കിറങ്ങി വെള്ളത്തിന് നടുവിലെത്തിയപ്പോൾ പൊടുന്നനെ അവ അപ്രത്യക്ഷമായി. പേടി ആപാത ചൂടം മൂടി അവർ സർവ്വശക്തിയുമെടുത്ത് അരുവിക്കരയിലൂടെ ഓടി. ആരോ തങ്ങളെ പിന്തുടരുന്നുണ്ടെന്ന് അവർക്ക് വീണ്ടും തോന്നി. ഓട്ടത്തിനിടയിൽ അരുവിക്കക്കരെ ഭീതിതമായ മറ്റൊരു കാഴ്ച അവർ കണ്ടു. ആകാശം മുട്ടെ ഉയരമുള്ള ഒരു മരം നിന്ന് കത്തുന്നു. കിഴക്കൻ മലനിരകളിൽ എവിടെയോ ഒരു വലിയ ഇടിമുഴക്കം കേട്ടു. പെട്ടെന്ന് കാലാവസ്ഥ മാറി മറിഞ്ഞു. കാറ്റിൻ്റെ വേഗത കൂടി. നിമിഷങ്ങൾക്കകം പേമാരി തുടങ്ങി. ഇടിയും മിന്നലും ആ കാടിനെ പ്രകമ്പനം കൊള്ളിച്ചു. മഴ കനത്താൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയവർ തങ്ങളാൽ കഴിയും വിധം ഓടി. കൂടുതൽ വേഗത്തിലോടി. എത്ര സമയം ഓടിയെന്ന് അവർക്കറിയില്ല. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴാൻ തുടങ്ങി. അവർക്ക് ദിശയറിയാതായി. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവർ പരസ്പരം വിളിച്ചു, ബിനോയ്, ആൽബിൻ. അപ്പോഴുണ്ടായ മിന്നലിൻ്റെ വെളിച്ചത്തിൽ കാട്ടിക്കുന്ന് പള്ളിയുടെ മണിമാളിക അവർ കണ്ടു. ബ്രിട്ടീഷുകാർ പണിത കാട്ടിക്കുന്ന് പള്ളിയും ബംഗ്ലാവും അധികം ദൂരത്തല്ല എന്നവർക്ക് മനസ്സിലായി. ആൽബിൻ, വേഗം ഓടി വാ, നമുക്ക് അവിടെ കയറാം. ഇനി ഓടാൻ വയ്യ. നേരം എടുത്തിട്ട് നമുക്ക് പോകാം. പറ്റാവുന്നത്ര വേഗത്തിൽ ഓടി അവർ കാട്ടിക്കുന്ന് പള്ളിയുടെ പിന്നാമ്പുറത്തുള്ള സെമിത്തേരിയുടെ പടികളിലെത്തി. അടുത്ത മിന്നലിൽ കാട് പിടിച്ച പഴയ സെമിത്തേരിയിൽ കുരിശുകൾ പൂത്തു നിൽക്കുന്നതവർ കണ്ടു.
എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അവർ സെമിത്തേരിയിലേക്ക് കയറി. പെട്ടെന്ന് പുറകിൽ നിന്നും ആരോ തള്ളിയിട്ടതുപോലെ രണ്ടുപേരും കമഴ്ന്നടിച്ചു വീണു. അടുത്ത ദിവസം റേഞ്ചർ സാറും മറ്റു വനംവകുപ്പ് ജീവനക്കാരും ആദിവാസികളും ചേർന്ന് തലേന്ന് ഡ്യൂട്ടിക്ക് പോയ ബിനോയിയെയും ആൽബിനെയും അന്വേഷിച്ച് കാട് മുഴുവൻ അലഞ്ഞു. വളരെ നേരത്തെ തിരച്ചിലിനൊടുവിൽ ഉച്ചയോടുകൂടി സെമിത്തേരിയിൽ ബോധരഹിതരായി കിടക്കുന്ന ആൽബിനെയും ബിനോയിയെയും അവർ കണ്ടെത്തി. ആദിവാസികളുടെ സഹായത്തോടെ അവരെ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അക്കൂട്ടത്തിലുണ്ടായിരുന്ന ആദിവാസി മൂപ്പൻ്റെ നിർദ്ദേശപ്രകാരം എന്തൊക്കെയോ പച്ചമരുന്നുകൾ അരച്ച് ഇരുവരുടെയും നെറ്റിയിലിട്ടു. അവരുടെ ശരീരങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മൂപ്പൻ്റെ കണ്ണുകളിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയം നിറഞ്ഞിരുന്നു.